1980 മെയ് 5 വെസ്റ്റ് ജർമ്മനി. വെറും 7 വയസ്സ് മാത്രം പ്രായമുള്ള അന്ന ബാഷ്മയർ എന്ന പെൺകുട്ടിയെ കാണാതാവുകയാണ്. അന്ന് അവൾ അമ്മയുമായിട്ട് ചെറിയൊരു പിണക്കത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ സ്കൂളിൽ പോകാതെ നേരെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി ഇരിക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു ആള് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് അവൾ ഒരിക്കലും വീട്ടിലേക്ക് തിരിച്ചു വന്നില്ല. പിന്നീടുള്ള പോലീസ് അന്വേഷണത്തിൽ അന്നയുടെ ബോഡി അവിടെയുള്ള ഒരു കനാലിന്റെ അരികിൽ കാർഡ്ബോർഡ് ബോക്സിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. അവളുടെ കൊലയാളിയെയും അന്ന് ഈവനിങ് തന്നെ പോലീസ് പിടികൂടി. 35 വയസ്സ് പ്രായമുള്ള ക്ലാവോസ് ഗ്രബോസ്കി. അയാൾ അന്നയുടെ അയൽവാസി കൂടിയായിരുന്നു. ഇടയ്ക്കിടെ അന്ന പൂച്ചയെ കളിപ്പിക്കാൻ വേണ്ടി അയാളുടെ വീട്ടിൽ പോകുമായിരുന്നു എന്നും പറയുന്നുണ്ട്. എന്തായാലും ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അന്നയെ അയാൾ കിഡ്നാപ്പ് ചെയ്യുകയും വീട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയുമാണ് ചെയ്തത്. അതിനുശേഷം ബോഡി ഒരു കാർഡ്ബോർഡ് ബോക്സിന്റെ ഉള്ളിലാക്കി കനാലിന്റെ അരികിൽ കുഴിച്ചിടുകയും ചെയ്തു. പിന്നീട് വിചാരണ നടക്കുന്ന സമയത്ത് അയാൾ അവളെക്കുറിച്ച് വളരെ മോശമായ രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. കൂടാതെ അവൾ തന്നിൽ നിന്ന് പണം ആവശ്യപ്പെട്ടിരുന്നു എന്നും അതുകൊണ്ടാണ് താൻ അവളെ കൊലപ്പെടുത്തിയത് എന്നുമാണ് അയാൾ അന്ന് പറഞ്ഞത്. ഇതൊക്കെ കേട്ടുകൊണ്ട് ആ കോടതി മുറിയിൽ അന്നയുടെ അമ്മയായ മരിയാന ബാച്ച്മയർ കൂടി ഉണ്ടായിരുന്നു. ഇതൊക്കെ അവൾക്ക് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു തോക്ക് ഉപയോഗിച്ച് അവർ അയാളെ വെടിവെക്കുകയാണ് ചെയ്തത്. 8 തവണയായിരുന്നു അവർ അയാളെ വെടിവെച്ചത്. അങ്ങനെ ആ കോടതി മുറിയിൽ അയാൾ മരണപ്പെടുകയാണ്. എന്തായാലും ഇങ്ങനെയുള്ള അമ്മമാരും നമ്മുടെ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു.